ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചറിയുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ പല ആളുകൾക്കും പല സബ്ജക്റ്റിലെയും ആൻസർ ഷീറ്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഓരോ സബ്ജക്റ്റിലെയും എത്ര മാർക്കുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ദയവേത് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ കിട്ടിയിരിക്കുന്ന മാർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് മാത്രം പഠിച്ചുകൊണ്ട് നേടാൻ പറ്റിയ മാർക്കാണോ? അല്ല എത്രത്തോളം പഠിച്ചിട്ട് ഞാൻ വിചാരിച്ച മാർക്കിലോട്ട് എത്താൻ സാധിച്ചില്ല? അല്ല എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്ലാൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിർബന്ധമായും താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്ര തന്നെ കുറവാണെങ്കിലും എത്ര തന്നെ കൂടുതലാണെങ്കിലും അതെല്ലാം തന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം പഠിച്ചിട്ട് നേടിയെടുത്ത ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാത്രം എനിക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് എത്രത്തോളം കുറവാണെങ്കിലും എത്രത്തോളം കൂടുതലാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാത്രം എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നിരുന്ന് പഠിച്ചാൽ എന്നെ കൊണ്ട് മുഴുവൻ മാർക്ക് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ഫുൾ A+ എന്തായാലും നേടാൻ സാധിക്കും എന്നുള്ളത് മനസ്സിൽ എല്ലാവരും ഉറപ്പിക്കുക. ആദ്യം മുതൽ നിന്ന് പഠിക്കണമെന്നുണ്ട് സാർ. എനിക്ക് ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത് ബാക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വേണം. കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരാൾ വേണം. ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ ഒരാൾ വേണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യിപ്പിക്കുവാൻ ഒരാൾ വേണം. NCERT ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തതെന്ന് ചോദിക്കുവാൻ ഒരാൾ വേണം. കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി മെറ്റീരിയൽ വേണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് ട്രാക്കിൽ കയറി ഓരോ ദിവസവും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതായത് മോട്ടിവേഷന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും, കുറച്ച് സമയം നമ്മൾ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും, ഒരു ചായ കുടിച്ചാൽ മുഴുവൻ കാര്യങ്ങൾ അങ്ങനെ പോകുന്നതായിരിക്കും. ആ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക. മുഴുവൻ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ നേടണം എന്നുള്ള വാശി എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് സ്ട്രക്ചർഡ് ആയിട്ട് ഒരു പ്ലാൻ സെറ്റ് ചെയ്യാനോ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനോ അതിനനുസരിച്ച് പോകാനോ പലർക്കും സാധിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കിടിലനായിട്ടുള്ളൊരു പ്ലാനിനെ കുറിച്ചാണ് പറയുന്നത്. സൈലത്തിൻ്റെ എൻഡ് ഗെയിം എന്ന്. +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും മുതൽ ആദ്യ ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെ 1.5 മാസത്തിനുള്ളിൽ കൃത്യമായി ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്ന കണക്കെ നിങ്ങൾക്ക് ലൈവിൽ വന്ന് എടുത്തു തന്നുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. അതിനോടൊപ്പം തന്നെ ഒരുപാട് റെക്കോർഡ് കണ്ടന്റുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. NCERT ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. +2 വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയുള്ള മുഴുവൻ ക്ലാസ്സുകളും, അതായത് +1 എൻഡ് ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തു തരും. +2 പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തു തരും. ഇതെല്ലാം എൻഡ് ഗെയിമിനോടൊപ്പമാണ്. +1 +2 എൻഡ് ഗെയിമിനോടൊപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫീസ് സ്ട്രക്ചറും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ താഴത്ത് നിങ്ങൾ കാണാവുന്നതാണ്. ഇതിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് 9954000800 എന്ന നമ്പറിലാണ്. ഇതിനോടകം തന്നെ കേരളത്തിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾ ഈ നമ്പർ ഫെമിലിയർ ആണ്. നിങ്ങൾ ഇനിയും ഈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനിയും ലേറ്റ് ആക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ എന്ന കണക്കെ ഞങ്ങൾ എടുത്തെടുത്ത് പോകുന്നുണ്ടായിരിക്കും. അത്രത്തോളം നിങ്ങൾ പിറകിലാണെന്ന് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടെ അഡ്മിഷൻ എടുത്തുകൊണ്ട് അടുത്ത ദിവസം മുതൽ തന്നെ പഠിച്ച് ആരംഭിക്കുക. പുതിയ വർഷം പുതിയൊരു ആരംഭമായിരിക്കട്ടെ.